നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു സാധ്യതയും വിടാതെയുള്ള പരിശോധനയാണ് അർജുന് വേണ്ടി തെരച്ചിൽ സംഘം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം രാത്രി മഴ മാറി നിന്ന സമയം ലക്ഷ്മൺ നായിക്കിന്റെ ധാബയിൽ ദോശ ഓർഡർ ചെയ്തതിൽ ഒരാൾ അർജുനാണോ എന്ന സംശയത്തിൽ കടയിരുന്ന സ്ഥലത്ത് പരിശോധന നടത്തിയത്. ലക്ഷ്മണിന്റെ ഭാര്യ ശാന്തി അവസാനം നടത്തിയ ഫോൺ കോളിൽ കുറച്ച് ആളുകൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടെന്നും ഭക്ഷണം കഴിക്കാൻ വന്നവർ 8 ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നും മണ്ണിടിച്ചിലിന് തൊട്ടു മുമ്പായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു. ഇതാണ് അർജുൻ അവിടെ ഉണ്ടായിരുന്നോ എന്ന് SP സംശയിക്കാനിടയായത്. 4ഓളം ആളുകൾ ആ സമയം അവിടെ ഉണ്ടായിരുന്നതായാണ് കണക്കാക്കുന്നത്. ഇതിൽ ലോകേഷ്, ശരവണൻ, മറ്റൊന്ന് അവിടുത്തെ ഹെൽപ്പർ ജഗന്നാഥൻ എന്നിവരായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ 4ാമൻ അർജുൻ ആണോ എന്ന സംശയമാണ് SP മുന്നോട്ട് വെച്ചത്. കടയിരുന്ന ഭാഗത്ത് കഴിഞ്ഞ ദിവസം രാത്രി പരിശോധന നടത്തിയിരുന്നു. അപകടം നടക്കുന്ന സമയം അർജുൻ ലോറിക്ക് പുറത്തായിരുന്നുവെന്നാണ് സൂചനകൾ. വെളുപ്പിന് 5:30 ലോറിക്കകത്ത് അർജുൻ ഉറങ്ങുന്നതായി കണ്ടിരുന്നതായി ദൃക്സാക്ഷി മൊഴിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അപകടം നടക്കുമ്പോൾ ഉറക്കമുണർന്ന അർജുൻ ഭക്ഷണം കഴിക്കാൻ ഇവിടേക്ക് എത്തിയിരിക്കാം. അർജുന്റെ ലോറി പുഴയിലുണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എന്നാൽ അർജുൻ എവിടെ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ലോറിയിൽ ഉണ്ടായിരുന്ന തടികൾ വേർപെട്ട് 8 കിലോമീറ്റർ അകലെ കണ്ടെത്തിയിരുന്നു. ഇത് നിർണായകമായ ഒരു വിവരമാണ്. ആ തടിയിൽ ഡീസലിന്റെ അംശമുള്ളതുകൊണ്ട് തന്നെ ലോറി മറിഞ്ഞുപോയി എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. രണ്ടാമതായി മുന്നോട്ട് വയ്ക്കുന്ന സംശയം അർജുൻ ചായക്കടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മഴ മാറി നിന്ന സമയത്ത് ലക്ഷ്മൺ നായിക്കിന്റെ കട ഉണ്ടായിരുന്ന സ്ഥലത്ത് പരിശോധന നടത്തിയത്. അർജുൻ ലോറിക്ക് അകത്താണോ പുറത്താണോ എന്നത് ഇനിയും സ്ഥിരീകരിക്കാനായിട്ടില്ല. 18 മുതൽ 20 അടി വരെയാണ് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. രാത്രിയിൽ ഡ്രോൺ പരിശോധന നടത്തുമെന്ന് പറഞ്ഞെങ്കിലും നിർത്തിവെച്ചു. ലോറിയുടെ ഡ്രൈവിംഗ് ക്യാബിൻ തകർന്നിട്ടില്ലെന്ന് ഡ്രോൺ പരിശോധനയിൽ വ്യക്തമായിരുന്നു. ക്യാബിനും പിൻവശവും വേർപെട്ട നിലയിലാണെങ്കിൽ പുതിയൊരു സിഗ്നൽ കൂടി കിട്ടണം. ഇന്നലെ അത്തരത്തിൽ സിഗ്നൽ ലഭിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ക്യാബിൻ തകരാനുള്ള സാധ്യത വിരളമാണെന്ന് ലോറി നിർമ്മാതാക്കളും അറിയിച്ചു. അപകടം സംഭവിച്ചപ്പോൾ ക്യാബിൻ ലോക്കാക്കുന്ന സിസ്റ്റം പ്രവർത്തിച്ചിട്ടുണ്ടാകാം. അർജുൻ വാഹനത്തിനകത്തായിരുന്നെങ്കിൽ ക്യാബിനിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടാകണം. GPS വിവരങ്ങൾ പ്രകാരം അപകട സമയത്ത് ലോറിയുടെ എഞ്ചിൻ ഓണാണ്. ഇതാണ് അർജുൻ ലോറിക്കകത്തുണ്ടെന്ന് കരുതാനുള്ള സാധ്യത. അതേസമയം ലോറി ഓഫാക്കാതെ പുറത്തിറങ്ങാനുള്ള സാധ്യതയുമുണ്ട്. അർജുൻ ലോറി നിർത്തി ചായക്കടയിലേക്ക് പോയപ്പോൾ മണ്ണിടിച്ചിലിനൊപ്പം പുഴയിലേക്ക് വീണതാകാനും സാധ്യതയുണ്ടെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൻ പറഞ്ഞു. ലോറിയിലെ ഏതാനും മരത്തടികൾ കിലോമീറ്ററുകൾ അകലെയുള്ള ഗ്രാമത്തിലെ പുഴയോരത്തു നിന്നാണ് കണ്ടെത്തിയത്. 400 അക്കേഷ്യ തടികളാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. ലോറി ശിരൂർ കുന്നിന് സമീപം ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീഴുന്നത് കണ്ടെന്നും പുഴയുടെ അരികിൽ തന്നെ ലോറി ഉണ്ടാകാമെന്നും ദൃക്സാക്ഷി മൊഴിയും പുറത്തു വന്നിരുന്നു. കുന്നിന്റെ എതിർവശം ഉൾവരെ ഗ്രാമത്തിൽ നിന്ന് ഗംഗാവലി പുഴയിൽ ഒഴുകി വരുന്ന വിറക് ശേഖരിക്കാൻ വന്ന നാഗേഷ് ഗൌഡയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പുഴയ്ക്കരികിൽ ഇരിക്കുകയായിരുന്നു നാഗേഷ്. കുന്നിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം മരത്തടി കയറ്റി ഒരു ലോറിയും പുഴയോർത്ത് നീങ്ങി വരുന്നത് കണ്ടു. ഇങ്ങനെ വന്ന ടൺ കണക്കിന് മണ്ണ് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ചായക്കടയെയാണ് ആദ്യം പുഴയിലേക്ക് തള്ളിയത്. പിന്നാലെയാണ് തടി കയറ്റി ഒരു ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മൊഴി. ലോറിയുടെ പിറകുവശവും ലോറിയിലെ വിറകും മാത്രമാണ് കണ്ടതെന്നും മുൻഭാഗം കുന്നിന്റെ ഭാഗത്തേക്കായിരുന്നതിനാൽ ലോറിയുടെ നിറം ഏതാണെന്ന് മനസ്സിലായില്ലെന്നും നാഗേഷ് പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.